അമ്മ ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി സ്വദേശിയായ കാരാട്ട് രതീഷ് എന്ന യുവാവാണ് ദുരിത ജീവിതം തള്ളി നീക്കുന്നത്. ഭാര്യയും 2 മക്കളും അമ്മയും അടങ്ങുന്നതാണ് രതീഷിന്റെ കുടുംബം. കൂലിപ്പണിക്കാരനായ രതീഷ് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് നിലച്ചിരിക്കാതെ ഒരു ദുരിതം രതീഷിന്റെ ജീവിതത്തിലുണ്ടായത്. മരത്തിൽ നിന്ന് വീണ രതീഷിന് നട്ടെല്ലിന് ക്ഷതം സംഭവിക്കുകയായിരുന്നു. ഭാര്യ വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് രതീഷിന്റെ തുടർന്നുള്ള ചികിത്സയ്ക്കും വീട്ടുചെലവിനുമായി പണം കണ്ടെത്തിയിരുന്നത്. ഈ സമയത്താണ് തികച്ചും യാദൃച്ഛികമായി മറ്റൊരു ദുരന്തം കൂടി രതീഷിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. രതീഷിന്റെ അമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. ഇതോടെ ഭാര്യയ്ക്ക് വീട്ടുജോലിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ആകെയുള്ള വരുമാനം മുട്ടി. ഇതോടെ ഈ കുടുംബം കൂടുതൽ പ്രതിസന്ധിയിലാവുകയായിരുന്നു. സ്വന്തമെന്ന് പറയാൻ ഒരു കൂര പോലും ഇല്ലാത്ത ഈ നിർധന യുവാവും കുടുംബവും ഇപ്പോൾ 4 വശവും കെട്ടിമറച്ച ചെറിയൊരു ഷെഡിനുള്ളിലാണ് ജീവിതം തള്ളി നീക്കുന്നത്. തന്റെ ചികിത്സയ്ക്കും മറ്റുമായി 3 ലക്ഷം രൂപയോളം ഇതിനോടകം ചെലവായിട്ടുണ്ടെന്നാണ് രതീഷ് പറയുന്നത്. എൻ്റെ പേര് രതീഷ് കാരാട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് തയ്യേനി മീനഞ്ചേരി താമസിക്കുന്നു. ഞാൻ 2 വർഷം മുന്നേ മരത്തിൽ പണിയെടുക്കുന്ന സമയത്ത് മരത്തിൽ നിന്ന് വീണ് നട്ടെല്ലിന് അകൽച്ച സംഭവിക്കുകയും ക്ഷതം പറ്റുകയും ചെയ്ത് വീട്ടിൽ കിടപ്പിലാണ്. പല ആൾക്കാരെ സഹായിച്ചും എൻ്റെ ഭാര്യ കൂലിപ്പണിയെടുത്തും മറ്റുമാണ് ഇതുവരെ ചികിത്സ നടത്തിയത്, കുടുംബം പോറ്റിയത്. ഇപ്പോൾ തന്നെ എനിക്കൊരു 4 ലക്ഷത്തിൽ രൂപയ്ക്ക് മുകളിൽ ചിലവായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ണൂർ ജിംകെയർ ആശുപത്രിയാണ് ചികിത്സ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതിന് 7 ലക്ഷം രൂപ തുടർ ചികിത്സയ്ക്ക് മറ്റുമായി ചിലവ് വരും. ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക ഞങ്ങൾക്ക് പ്രയാസമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്മയ്ക്കും വേണം 1 മാസത്തോളം 30,000 രൂപ കീമോയ്ക്കായി. നിലവിൽ കണ്ണൂർ ജിംകെയർ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് രതീഷ്. 7 ലക്ഷം രൂപയോളം സർജറിക്കും മറ്റുമായി ചിലവാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരു നേരത്തെ അന്നത്തിന് പോലും വക കണ്ടെത്താനാകാതെ വഴിമുട്ടി നിൽക്കുന്ന ഈ നിർധന കുടുംബം വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. എൻ്റെ പേര് ലിബ്ന രതീഷ്. അച്ഛൻ മരത്തിൽ വീണ് 2 വർഷത്തിന് മുമ്പ് മരത്തിൽ നിന്ന് വീണ് കിടപ്പിലാണ്. അമ്മ ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഞങ്ങളെ സഹായിക്കണം. കനിവുള്ളവരുടെ സഹായവും കാതോർത്തിരിക്കുകയാണ് രതീഷും കുടുംബവും. ഇത് കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം കൊണ്ട് ചിലപ്പോൾ ഒരു അമ്മയെയും മകനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. വിസ്മയ ന്യൂസ്, കാസർഗോഡ്.